നമ്മുടെ വീട്ടിൽ കോവക്ക വാങ്ങുമ്പോണ്ടല്ലോ ഈ ചില കോവയ്ക്കൊക്കെ അങ്ങനെ പഴുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെടുത്ത് പള്ളയെ കളയാറില്ല പതിവ്. അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടല്ലോ, നിങ്ങൾ ഇത്തിരി പഴുത്ത് പോയ കോവയ്ക്കും കളയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ളതിനെ നല്ല അടിപൊളി കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കൊന്ന് മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിലും കുട്ടികൾക്ക് രാവിലെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളി കറി ഉണ്ടാക്കി എടുക്കാം. അപ്പം ഇതുപോലെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂണോളം മുളക് പൊടിയും ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടോ കേട്ടോ. അതുകൂടി ഇട്ടെടുത്തിട്ട് നമുക്ക് വീട്ടിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. 2 സ്പൂണോളം ഞാൻ കോൺഫ്ലോറും കൂടെ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടിയിട്ടിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതൊന്ന് മസാല പുരട്ടി എടുക്കാം കേട്ടോ. എന്നിട്ട് ഏകദേശം നമുക്കിതൊന്ന് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട, അപ്പം തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട, നമുക്കൊന്ന് ശാല ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ടരികും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വെറുതെ നമ്മൾ ചോറിൻ്റെ കൂടെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് രാവിലെ കൊടുത്തു വിടാനായിട്ട് ഈ പപ്പട പൊരിച്ചതും മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ പകരമായിട്ട് നമുക്കിങ്ങനെ പൊരിച്ച് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഈ പഴുത്ത് പോയത് ആണെന്ന് വെച്ചിട്ട് കളയോ വേണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഞാനിപ്പോൾ പകുതി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്, ബാക്കിയും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പകുതിയിലേക്ക് നമുക്ക് ഇന്ന് കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എളുപ്പമാണ്. പകുതി നമുക്കത് കുട്ടികൾക്ക് വെറുതെ കഴിക്കാനും കൊടുക്കാം, എന്നാൽ ബാക്കി വന്നേക്കുന്ന ഫ്രൈ നമുക്ക് കറി ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിയും കൂടെ എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് തേങ്ങ, നമുക്ക് തേങ്ങ രാവിലെ തന്നെ ചിരണ്ടാനായിട്ട് മടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ അങ്ങനെ കൊത്തി കൊത്തി എടുത്തിട്ട് കുറച്ച് തേങ്ങ കൊത്തി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന തൈരോ മോരോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് ഒഴിക്കേണ്ട, ഒരു കുറച്ച് മതി കേട്ടോ. ഒരു കുറച്ച് തൈരോ ഉണ്ടെങ്കിലും മോരോ ആണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ എടുത്ത് ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് അതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 1-2 ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ വെള്ളം തിളപ്പിക്കുന്ന ജീരകം ഉണ്ടല്ലോ അതും കൂടെ കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ തേങ്ങയും നമ്മുടെ തൈരും കൂടി ഇത്രയും കൂട്ടും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുത്തേക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതിനകത്ത് തന്നെ കൊട്ടിയാൽ മതി കേട്ടോ. ചിലപ്പോൾ ആ ഒരു തൈരിൻ്റെ ഇതിൻ്റെ ആ ഒരു ഇത് ഫുള്ളായിട്ടൊന്നും കൂടെ കൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട, ഒരു കുഞ്ഞി തിള വരുമ്പോൾ തീ ഓഫ് ചെയ്തോ കേട്ടോ. ആവശ്യം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. വളരെ എളുപ്പമല്ല, ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്ക് കറി റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തൈരിനൊക്കെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ എടുക്കുന്നെങ്കിൽ ചാറ് നല്ല ഒരു ഗ്രേവി പരുവത്തിൽ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി വെള്ളം വേണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് താളിച്ചെടുക്കാവേ. ഇപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത്തിരി കടുകാണ് പൊട്ടിച്ചേക്കുന്നത്, ഉലുവയല്ല കടുകും അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പില കേട്ടോ. ഇനി നമുക്ക് കറിക്ക് ഒരു ഇത്തിരി കളർ കിട്ടാനായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ കോവയ്ക്ക നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് ഇത്തിരി മുളക് പുരട്ടിയായിരുന്നല്ലോ, എങ്കിൽ പോലും നമുക്ക് കറിക്ക് ഇതുപോലെ ഇത്തിരി ഒരു പച്ചടി പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത്തിരി മുളകും കൂടി ഇങ്ങനെ താളിച്ചെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ പഴുത്തതാണോ കോവയ്ക്ക പച്ചയാണോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം ഈ മോരിൻ്റെ പുളിയൊക്കെ കൂടി ഇങ്ങോട്ട് കോവയ്ക്കയിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പറ്റില്ല, നല്ല മാങ്ങ കഴിക്കാൻ പോലെ ഇരിക്കും, നല്ല പുളിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പപ്പടം പൊരിച്ചതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ലതാണ്, മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ നല്ല കറിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പഴുത്ത് പോയത് വാടിപ്പോയ കോവയ്ക്ക ഉണ്ടെങ്കിൽ കളയണ്ട, ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് വന്ന് പറയണം കേട്ടോ. കറി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ടിപ്സും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഇതുവരെ ഫോളോ ചെയ്തവരൊക്കെ ആണെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാ അമ്മമാരുടെ അറിവിലൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. ബൈ.